യു.ഡി.എഫിന്റെ മിന്നും ജയത്തിന് പിന്നാലെ ഉയർന്ന മുഖ്യമന്ത്രി വിവാദം നാളുകൾ കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി ചർച്ചയിൽ ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ച പൂർത്തിയായി കഴിഞ്ഞു. എന്നിട്ടും തീരുമാനമായില്ല. 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചകൾക്ക് ശേഷം നേതാക്കൾ പുറത്തേക്കിറങ്ങി. മുഖ്യമന്ത്രിയാരെന്ന പ്രഖ്യാപനം പിന്നീട് ഉണ്ടാകുമെന്ന് ദീപാദാസ് മുൻഷി അറിയിച്ചു. അതേസമയം തന്നെ തങ്ങൾക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ ഉടൻ അഴിച്ചു മാറ്റണമെന്ന് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പ്രവർത്തകർക്ക് മുന്നറിയിപ്പായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ ദേശീയ തലസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാക്കൾക്കു നേരെ ഡൽഹിയിലെ കേരള ഹൗസിൽ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് JNU, ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ വൻ സ്വീകരണം നൽകിയപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ ഉയർന്നത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ്. അർദ്ധരാത്രി ഡൽഹിയിലെത്തിയ വി.ഡി. സതീശനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് NSU, MSF പ്രവർത്തകരാണ് കേരള ഹൗസിന് മുന്നിൽ തടിച്ചുകൂടിയത്. സതീശനെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങൾക്കിടെ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെയും കടുത്ത ഭാഷയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഡൽഹിയിലെ പ്രമുഖ സർവകലാശാലകളിലെ മലയാളി വിദ്യാർത്ഥികളുടെ വലിയൊരു നിര സതീശനായി നിലയുറപ്പിച്ചത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സതീശൻ നയിക്കട്ടെ എന്നാവശ്യപ്പെട്ടെത്തിയ ഇവർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കണ്ടതോടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് വന്നത് സാഹചര്യം വഷളാക്കി. അതേസമയം കേരള ഹൗസിലെ ബഹളമയമായ അന്തരീക്ഷം തിരിച്ചറിഞ്ഞ രമേശ് ചെന്നിത്തല സമർത്ഥമായി അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി. പതിവായി താമസിക്കാറുള്ള 204 നമ്പർ മുറി ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും അണികളുടെ പ്രതിഷേധം ഭയന്ന് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. കേരളത്തിൽ സജീവമായ പോസ്റ്റർ യുദ്ധം ഡൽഹിയിലേക്കും പടർന്നതോടെ ഹൈക്കമാൻഡ് അതീവ ജാഗ്രതയിലാണ്. ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ചുകീറിയ തീവ്ര വികാരക്കാർ സണ്ണി ജോസഫിനെതിരെയും തിരിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ അച്ചടക്ക നടപടിക്ക് സാധ്യതയേറി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി എത്തിയവർക്കിടയിൽ നുഴഞ്ഞുകയറിയ തീവ്ര വികാരക്കാർ ആരാണ് എന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് രഹസ്യ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ഗ്രൂപ്പ് പോര് ദേശീയ തലസ്ഥാനത്തെ തെരുവുകളിലേക്ക് പടർന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി എത്തിയവർക്കിടയിൽ നുഴഞ്ഞുകയറിയ തീവ്ര വികാരക്കാർ ആരാണ് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിലും കേരള ഹൗസിലും നടന്ന പ്രതിഷേധങ്ങൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷന് നേരെയുണ്ടായ ഭീഷണി മുദ്രാവാക്യങ്ങൾ ഗൗരവകരമാണെന്നും അതിരുവിട്ടവർക്കെല്ലാം കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി ആരാണ് എന്ന തീരുമാനത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലാണ് ഇത്തരത്തിൽ ചർച്ചകളിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലും തീരുമാനമാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.